ഓടുന്നുണ്ട്. മലയാളി അതേപോലെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നും ചെയ്യല്ല, ബൈജു അവിടെ ഒലങ്കക്കൂട്ടിനൊക്കെ അഞ്ചാമത്തെ പിക്ക് ഇടോ. വാസ്കോഡ ഗാമ ഡൗൺ ആയിട്ടുണ്ട്. ഇടോ നീല എന്താ അടിക്കണേ? അലക്സ് എത്ര പേര് ഡൗൺ ആയി പോയി? 1 2 3 4 5 6 7 8 9 പേരെ ഡൗൺ ആയിട്ടുണ്ട്. 6 വിക്കാ നീലൻ. 3 വിക്കല്ലേ? ഒക്കെ ഒരു വണ്ടി ഡബിൾ കാണിക്കുന്നു. അവനപ്പോൾ ായിരിക്കും. ബില്ലിയോടെ ഇറ്റാച്ചി വെള്ളത്തിൽ തന്നെ അടക്കി അവനെ. കിട്ടി. 3 പേർ ഓട വഴി ഒഴുകിപ്പോയി. ഇതേ അവര് അവന്റെ ശവം ഒഴുകിപ്പോയടാ. പറ്റത്തില്ല. എന്താ ഇപ്പൊ കണ്ടേ? അടിച്ചു ഒഴുക്കി വിട്ടു. ലാസ്റ്റ് 3 പേർ അന്നേരത്തെ അവിടെ കേറിയൊക്കെ വേറെ ചെയ്യാനില്ല. ബാക്കിയുള്ള പ്ലേയേഴ്സ് വീട്ടിൽ വെള്ളത്തിൽ ചാടി തലപൊട്ടി. ഇത് അവർക്ക് എക്സ്പീരിയൻസ് ടർഫ് കളിച്ച് അതുകൊണ്ടാണ് ഈ പുഴയാണ് എന്റെ അമ്മയെന്ന്. അയ്യോ എന്തൊക്കെ കാണണം. അറിയാതെ പോലെ വെളി വെക്കരുത്. അവരുടെ കൂടെ ചാടി സൈഫ് നരനായി. അലക്സ് ഓൾറെഡി നീന്തി എത്തി. ഇവിടെ ഡെസ്ട്രോ നീന്തി എത്തി. ഉറങ്ങിയോ? എടാ ഞങ്ങൾ അങ്ങനെ ടോക്സിക് കളിയാക്കിയതല്ല. ചില്ലവടാ. എന്താ അത് നമ്മളല്ലാതെ പറഞ്ഞത്, അല്ലാതെ അവന്മാരെ അങ്ങനെ കളിയാക്കുന്നതല്ല. ചില്ലാവ്, അവര് കളിക്കട്ടെ. അങ്ങനെ വിചാരിക്കല്ലേ? അങ്ങനെ വിചാരിച്ച് പറയല്ലേ, നമ്മളല്ലാതെ പറയണതല്ലേ, നമ്മുടെ ലൈഫ് കാര്യം പറയണതല്ലേ. അങ്ങനെ കളിയാക്കണതല്ലേ. ഒന്ന് ചിരിച്ചപ്പോ അങ്ങ് കയറി നോണ്ട്. എന്താ കുഞ്ഞുങ്ങളല്ലേ? അവരെ 2 ദിവസം ഞാൻ ഇല്ലാതെ മറ്റേ കൊച്ചുപിള്ളേരൊക്കെ ഡ്രൈവിംഗിൽ ഓടിച്ച് തോപ്പിച്ച് മാസടിക്കാന്ന് പറഞ്ഞു. നൈസായിട്ട് ആ ഒരു ആംഗിൾ എടുത്തിട്ടുണ്ട്. അവരെ നല്ലൊരു ആംഗിൾ കിട്ടും. ഒരു പിക്ക് അടിക്കാൻ പറ്റൂല. സാറ്റ് കളിക്കുന്നോ? മിക്കവാറും ഇവ സോണിൽ ആദ്യം ഓടി കയറിട്ട് സ്നൈപ്പർ അടിച്ചു. എടാ സോണി ഓടിപ്പോ ഇവരെ വെടിവെച്ച് കൊല്ലടാ. ചെല്ല്, ഓടിപ്പോയി സോണി കയറ്. ഒരു അഡ്മിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. ഇവൻ ആദ്യം സോണി കയറി സ്നൈപ്പർ അടിക്കാമോ? പിന്നെ ഈസി അല്ലേ ഒരു അഡ്മിന്റെ അവസ്ഥ. നല്ല വെൽ പ്ലേ. നല്ലൊരു ആംഗിൾ ഉണ്ട്. ആൻഡ്രോഗിലത് ഇതെടുക്കാൻ പറ്റുമോ? ഓ ഇറ്റാച്ചി രക്ഷ രക്ഷകൻ സോൺ പോയടാ. അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവന്റെ പുറകിലായിരിക്കും. ഇടിച്ച് വീടും ചെയ്യും. എടാ ഇവന്റെ കൂട്ടത്തിൽ വെള്ളത്തിൽ ചാടിയ ബാക്കി 2 പയ്യന്മാർ എവിടെടാ? ഒരു കാര്യം ചെയ്താലോടാ, ഞാന് സ്നൈപ്പിനെ കൺട്രോൾ എടുത്തിട്ട് 2 വെടിയങ്ങ് വെച്ചാൽ അവര്
എന്താ പറയുന്നത് സോണോട്ടിന്ന്? ഓ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് റീടർഫ് ചെയ്തിട്ടാണ് സ്പെക്ക് ചെയ്യാനല്ലേ കള്ളൻ. PP കളിക്കേണ്ട ടർഫ് RP കളിക്കാന്നോ? TV വണ്ടിയിലുണ്ട്. TVയുടെ വണ്ടിക്കകത്ത് ടാക്സിയാണ് ഇത്. നമുക്ക് നോക്കാം. ടാക്സിയാണ് ഇത്. TVയുടെ വണ്ടിക്കകത്ത് അവന്മാരെ സോണി കൊണ്ടുപോയെന്ന് പയ്യൻ. കുട്ടീന്റെ നമ്പർ തരാൻ പറ്റുമോ? നമ്പറൊക്കെ വാങ്ങണം. സാനിയുടെ നമ്പർ മേടിക്കും. നമ്പർ അത് ടർഫ് രണ്ടുപേരും സോണി കയറിയാണ് DRS. ഇവ അടുത്ത ടർഫിലില്ലേ നീലനെ കൊന്നവിടെ. നീലനെ പിക്ക് ചെയ്തു. നീലിനെ പൊസക്കി. നീലനെ പിക്ക് ഓഫ് ബാറ്റു ഞാൻ പറഞ്ഞ ബാറ്റു ഡേഞ്ചർ ആണെന്ന്. ഇതിനകത്ത് ഒരുത്തനുണ്ട്. ഇത് ഉരുത്തിയിരിക്കണ ഇതിനകത്ത്. അറിഞ്ഞില്ലേ ഇതിന്റെ അകത്ത് ഒരുത്തനുണ്ട്. ആരും അറിഞ്ഞില്ല അവൻ എവിടെ ഉണ്ട്. രണ്ട് വീഡിയോ ഈ ടീമിലുള്ളവന്മാരെല്ലാം കൂടെ വിൽക്കുവാ എന്നെ അങ്ങ് രണ്ട് കയറ്റി വിട്ട് പുറകെ തല്ലി വിട്ടു. നീ എത്രത്തെ കൊന്നറ? 5 പേരെയോ? അറിയില്ല അറിയില്ല. നമ്പർ വാങ്ങിച്ചിട്ടിരിക്കുക. അവൻ ചത്തൊന്നുമില്ല. ഇവൻ ജീവനുണ്ട് ഇതിനകത്തിരിക്കുന്നവൻ ഇപ്പോഴും. ഇത് RP ഇവന്മാരെ RP ആണ്. ലാസ്റ്റ് മാൻ്റെ കൂടെ സ്നൈപ്പോടെ നമ്പർ മേടിച്ച് RP ചെയ്യുക. കത്തി കത്തി ഏവല് കത്തി ഏവല് കത്തിയോ? മനസ്സിലായി. അവന്റെ വണ്ടിയിലിരിക്കുവോ? ഇവര് ഒരുമിച്ച് പോവാ. ചത്ത പൊടിയാണെങ്കിൽ ഒരുത്തരടാ നോക്കിയത്. ആ ഒരുത്തൻ എവിടെയാണ്? ഇവരെവിടെയോ ഇവിടെ വെച്ചോ കണ്ടത്. അമ്മ പറ്റിക്ക് വന്നേട്ടാ. ചില്ലറ സൂക്കിടല്ല കേട്ടാ. എന്തിനാ കൺവിൻസ് ആക്കി വണ്ടി കയറ്റി. റേഡിയോയിൽ എന്താ നിങ്ങളെ രണ്ടുപേരെയും കൺവിൻസ് ആക്കിയതാ. ഈ വണ്ടിക്കകത്തോടൊക്കെ പൊസക്കി അമ്മാരെ രണ്ടുപേരും നിന്നങ്ങ് എല്ലാത്തിനും ഞങ്ങൾ പൊസക്കണമല്ലായിരുന്നു. ഡോറ് തുറന്നു കളിച്ച് അവസാനം ടർബൊക്കെ പോണു. കണ്ടുപിടിച്ചു കല്യാണത്തിന് പോണ കളിയാ. ഇങ്ങോട്ട് വാ. എന്ത് സ്നേഹത്തോടാ വിളിക്കാൻ നോക്കിയ സ്നൈപ്പൊക്കെ. പിന്നെ ഇവന്മാരെ തമ്മിൽ തല്ലി ചോദിക്കണം അല്ലേ? പറഞ്ഞേട്ടാ വില്ലുമോ കണ്ടാ കൊല്ലോ. വില്ലുമോ ചേട്ടാ ഇവിടെ ഇരിക്കുന്നുണ്ടാ. വില്ലുമോ കണ്ടാ കൊല്ലോ. നമുക്ക് ഇല്ല. ശരിക്കും പറഞ്ഞ ഇവന്മാരെ കൊണ്ട് തമ്മിൽ തല്ലിക്കണായിരുന്നല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലടാ. ഇതായിരുന്നു റീടർഫ് അല്ലല്ലോ? മണി ടർഫ് അല്ലേ റീടർഫ്? റാഞ്ചോ അടുത്ത തല്ലി മേടിച്ചിട്ട് വരാം. പോയിട്ട് കളിച്ചിട്ടോ.